Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Prayer പറഞ്ഞോട്ടോ ക്ലാസ് സ്റ്റാർട്ട് ആയിട്ട്. Okay, ma'am. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എന്റെ പാദമിടറാതിരിക്കുവാൻ എന്നുമെന്നിൽ കൃപ ചൊരിയണമേ പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി തൊഴും ശക്തിയും നീയല്ലോ നല്ല ചിന്തയായി എൻ്റെ മനസ്സിലും നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായി എൻ്റെ കരത്തിലും നന്മയായി നീ കുടിയിരിക്കണമേ എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എൻ്റെ പാദമിടറാതിരിക്കുവാൻ എന്നുമെന്നിൽ കൃപ ചൊരിയണമേ. ഓക്കെ മാം. Thank you, Nitya. മാം കോഴ്സ് പറയാന്ന് പറഞ്ഞ ആള് പെട്ടെന്ന് എമർജൻസി ആയിട്ട് എന്നോട് തന്നെ ഒന്ന് പറയാവോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ തന്നെ പറയാം. ഫസ്റ്റ് ദേ ഇഗ്നോർ യു, then they laugh at you, then they fight you, then you win. മഹാത്മാ ഗാന്ധി. സൈനിൻ ഞാനാണ്. ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനം. 1945 ഓഗസ്റ്റ് 6 രാവിലെ ജാപ്പനീസ് നഗരമായ ഹിരോഷിമയിൽ അമേരിക്ക ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് വർഷിച്ചു. 10,000-കണക്കിന് ആളുകൾ മരിക്കുകയും അതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഏറെ പേർ ആണവ വികിരണമേറ്റ് മാറാരോഗികളായി. ഈ ദിവസത്തിന്റെ സ്മരണയ്ക്കാണ് ഹിരോഷിമ ദിനം ആചരിക്കുന്നത്. ഹിരോഷിമ ദിനത്തിന്റെ രക്തസാക്ഷിയായ സഡോക്കോ സക്കാക്കി നിർമ്മിച്ച പേപ്പർ കൊക്കുകൾ ഇന്ന് ലോകമെമ്പാടും സമാധാനത്തിന്റെ പ്രതീകമായി അറിയപ്പെടുന്നു. Okay, ലാസ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് യൂണിറ്റ് മൊഡ്യൂൾ 1 പാർട്ട് 3 ഫസ്റ്റ് യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. I think spontaneous self-discipline ആയി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അല്ലേ? ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, അധികം സംസാരിക്കാൻ പറ്റുന്നില്ല. ആരെങ്കിലും റീഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പോർഷൻ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ എടുക്കാൻ പോകുന്ന മോണ്ടിസോറി വർക്ക്സ് ആഫ്റ്റർ വേർഡ്സ് ആണ്. മോണ്ടിസോറിയുടെ വർക്ക്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആദ്യത്തെ പാരഗ്രാഫ് ഒന്ന് റീഡ് ചെയ്യാമായിരുന്നു. Montessori's works afterwards. Montessori opined that education is not something which the teacher does, but that it is a natural process which involves spontaneously in the human being. It is not acquired by listening to words, but by virtue of experiences in which the child acts on his environment. The teacher's task is not to talk, but to prepare and arrange a series of motifs for cultural activity in a special environment made for the child. First paragraph. Okay, മോണ്ടിസോറി ഒപ്പീനിയൻ ചെയ്യുന്നത് ഒരു ഗുഡ് ടീച്ചറിന് നോട്ട് സംതിങ് വിച്ച് ടീച്ചർ ഡസ്. ടീച്ചർ എന്താണ് ചെയ്യുന്നത് എന്നല്ല എഡ്യൂക്കേഷനോടുള്ള മീനിങ്, ബട്ട് ഇറ്റ് ഈസ് എ നാച്ചുറൽ പ്രോസസ്. നമുക്ക് നാച്ചുറൽ പ്രോസസ് ആണ്. നമ്മളൊരു കാര്യം പഠിക്കുന്നു, ചിലപ്പോൾ മോണ്ടിസോറി എന്ന് പറയുന്ന ഒരു കോഴ്സ് ചെയ്യാം. നിങ്ങൾക്ക് സ്പോണ്ടേനിയസ്ലി അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ തന്നെ ചിലപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാവാം. നമ്മളോട് പറയും, നമ്മുടെ പാരന്റ്സ് അല്ലെങ്കിൽ എന്താ പറയാ ഹസ്ബൻഡ് തന്നെ പറയും, എന്നോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്വഭാവത്തിൽ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും എന്റെ ഭാഗം കറക്റ്റ് ചെയ്യാൻ, ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മുമ്പ് വാദിക്കുമായിരുന്നു. എന്നുവെച്ചാല് ഞാൻ പറഞ്ഞ
എന്താ പറയാ, ഞാൻ പറഞ്ഞ കാര്യത്തിന് എന്താ പറയാ, ഒരു മുയലിന് 2 കൊമ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിച്ചിട്ടാക്കണം 2 കൊമ്പുണ്ട് എന്നുള്ളത്. പക്ഷെ ഞാൻ മോണ്ടിസോറി മെത്തേഡിലേക്ക് വന്നതിന് ശേഷം എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നു. അങ്ങനെ സ്റ്റേറ്റ് ചെയ്യാതെ ആയി തുടങ്ങി. ചില ഞാൻ പറയുന്നത് സ്ഥാപിച്ചെടുക്കാതെ ആയി തുടങ്ങി. ചില വാശി പിടിച്ച് അത് നേടിയെടുക്കുക, അല്ലെങ്കിൽ ചില സ്ഥാപിച്ചെടുക്കാതെ തുടങ്ങി. ഞാനത് അങ്ങനെയാണ് അല്ലെങ്കിൽ അത് ആണ് ശരി എന്നുള്ളത് ചിലപ്പോ ഞാൻ മനസ്സിലാക്കി തുടങ്ങി. കാരണം അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടെ നോക്കുമ്പോൾ ചിലപ്പോൾ അതായിരിക്കും ശരി. എന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതാണ് ശരിയെങ്കിൽ മേ ബി അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിനെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത് നാച്ചുറൽ പ്രോസസ് ആണ്. നിങ്ങളിലും മാറ്റം വന്നിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡിലേക്ക് വരുന്നതിന് മുമ്പ് കുട്ടികളുടെ ഇമോഷൻസിന് നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കില്ലായിരിക്കും. പക്ഷെ ഈ ഒരു മെത്തേഡിലേക്ക് വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ കുട്ടികളുടെ ഇമോഷൻസിന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവാം. അവരധികം ഹേർട്ട് ചെയ്യാതിരിക്കുക, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, പെട്ടെന്ന് ഷൗട്ട് ചെയ്യുക, ദേഷ്യം വന്നു കഴിഞ്ഞാലും അധികം കുട്ടികളോട് ദേഷ്യത്തോട് പെരുമാറാതെയൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. ഇത് എഡ്യൂക്കേഷന്റെ അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ചെറിയ ആൾക്കാർ പറയും എഡ്യൂക്കേഷൻ ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല, വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യം അവന്റെ പെരുമാറ്റം കണ്ടില്ലേ എന്ന്. അപ്പൊ വിദ്യാഭ്യാസം ഉള്ളവര് എന്ന് പറയുന്നത് അവരുടെ പെരുമാറ്റത്തിലൂടെ വരുന്ന മാറ്റങ്ങൾ ഒത്തിരിയാണ്. നമുക്ക് നോർമലി അക്യൂർ ചെയ്യുന്ന ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് നോർമലി നമ്മൾ അക്യൂർ ചെയ്യുന്ന ഒരുപാട് ക്വാളിറ്റീസും കാര്യങ്ങളുണ്ട്. അപ്പൊ അത് ജസ്റ്റ് നമ്മൾ ആ ഒരു ടെസ്റ്റിലെ കാര്യങ്ങൾ പഠിച്ച് എക്സാമിന് എഴുതി മാർക്ക് വാങ്ങിക്കുക എന്നുള്ളൊരു മീനിങ് അല്ല എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനും അപ്പുറം ഒരുപാട് തലങ്ങളുണ്ട് എഡ്യൂക്കേഷന്. അതിനപ്പുറം ഒരുപാട് തലങ്ങളുണ്ട്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നോട്ട് ജസ്റ്റ് ഒരു എന്താണ്, നോട്ട് ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു പ്രോസസ്സാണ്. ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ് ആണ്, നാച്ചുറൽ പ്രോസസ് ആണ്. നോർമലി നമ്മൾ അക്യൂർ ചെയ്യുന്ന പ്രോസസ്സാണ്. ത്രൂ എക്സ്പീരിയൻസ്, ത്രൂ ലേണിങ്ങിലൂടെ നമ്മൾ നമ്മുടെ എൻവയോൺമെന്റ് ആയിട്ട് മിങ്കിൾ ആവുന്നതിലൂടെ, എൻവയോൺമെന്റ് ആയിട്ട് ഇഴകി ചേരുന്നതിലൂടെ നമ്മൾ അക്യൂർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ടീച്ചറിന്റെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ടോക്ക് ചെയ്യുക, സംസാരിക്കുക എന്നുള്ളതല്ല. നമ്മുടെ കുട്ടികൾക്ക് കൾച്ചറൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ എൻവയോൺമെന്റ് മേഡ് ചെയ്യാൻ, നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ എൻവയോൺമെന്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾക്കും എന്റെയും ഒക്കെ ഉത്തരവാദിത്തമാണ് കുട്ടികൾക്ക് ലേൺ ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ മോൺസോറി അതാണ് കാസ ദി ബാബിനിലൂടെ ചെയ്തിരിക്കുന്നത് കേട്ടോ. At Casa di Bambini, the prepared environment gave the children what their home lacked. അപ്പൊ കുട്ടികളുടെ നമ്മുടെ കാസ ദി ബാബിനി ഹൗസ് ഓഫ് ചിൽഡ്രൻസ്, അപ്പൊ അവിടെ കുട്ടികൾക്ക് എന്താണ് വീട്ടിൽ കിട്ടാനുള്ളത് അതാണ് മോണ്ടിസോറി എന്ത് ചെയ്യുന്നത് അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. മോണ്ടിസോറി ഹാഡ് ഗ്രേറ്റ് റെസ്പെക്ട് ഫോർ ഹർ പീപ്പിൾസ്. എന്നുവെച്ചാൽ നമ്മുടെ കുട്ടികളിൽ നിന്ന് കുട്ടികളോട് നല്ല റെസ്പെക്ട് ആയിരുന്നു. കുട്ടികളിൽ നിന്ന് ഓരോ കാര്യങ്ങൾ കണ്ടിന്യൂസ്ലി ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആര്, മോണ്ടിസോറി. ഓരോ കാര്യങ്ങൾ കണ്ടിന്യൂസ്ലി ലേൺ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഓരോ ഒബ്സർവേഷൻസ്, നമ്മൾ ഡിസ്കവറീസ് ഒക്കെ കണ്ടോ, ഓരോ ഡിസ്കവറീസും കണ്ടെത്തിയത്. They were free to explore their new environment and pick. Sorry. ഒരു മിനിറ്റ്. Montessori had a great respect for her pupils and have continuously learning from them. മോണ്ടിസോറിക്ക് കുട്ടികളോട് നല്ല റെസ്പെക്ട് ആയിരുന്നു. അതേപോലെ കണ്ടിന്യൂസ്ലി അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ലേൺ ചെയ്യാനായിട്ട് മോണ്ടിസോറിക്ക് ഇൻട്രസ്റ്റഡ് ആയിരുന്നു. They were free to explore their new environment. കുട്ടികളെ ഫ്രീ ആയിട്ട് അവരുടെ എൻവയോൺമെന്റ് എന്താണ് എന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കുട്ടികൾക്ക് ഫ്രീഡം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ടു പിക്ക് ആൻഡ് ചൂസ് ദോസ് തിങ്സ് വിച്ച് ദേ ആർ വാണ്ടഡ് ടു വർക്ക്. അപ്പൊ കുട്ടികൾക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതേപോലെ തിങ്സും കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടി മോണ്ടിസോറി എന്ത് ചെയ്തു, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വിത്ത് ദസ് ഫോസ്റ്ററിങ് ഇൻഡിപെൻഡൻസ്. അത് എന്തിലൂടെയാണ് നമുക്ക് അക്യൂർ ചെയ്യുന്നത്? ഇൻഡിപെൻഡൻസിലൂടെയാണ്, ഫ്രീഡത്തിലൂടെയാണ് കുട്ടികൾ നമ്മുടെ എൻവയോൺമെന്റിൽ നിന്ന് ഓരോ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യുന്നത്. ഫുൾ ഫ്രീഡം ആര് കൊടുത്തിട്ടുണ്ടായിരുന്നു? മോണ്ടിസോറി കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു. ഷീ മെയ്ഡ് മെനി ഓഫ് ഹർ ഓൺ മെറ്റീരിയൽസ്. മോണ്ടിസോറി നമ്മൾ ഇന്ന് കാണുന്ന മെറ്റീരിയൽസിൽ ഭൂരിഭാഗം മെറ്റീരിയൽസും ഹെർ ഓൺ മെയ്ഡ് ചെയ്താണ്, സ്വയമേ മെയ്ഡ് ചെയ്ത മെറ്റീരിയൽസ് ആണ്. ആൻഡ് കണ്ടിന്യൂസ്ലി എക്സ്പെരിമെന്റിങ്. ഇപ്പൊ നമ്മൾ കാണുന്ന മോണ്ടിസോറി മെറ്റീരിയൽസ് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടെങ്കിലും അവിടെ ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ഈ എല്ലാ മെറ്റീരിയൽസും മോഡിഫൈ ചെയ്യുന്നുണ്ട്, അഡാപ്റ്റിംഗ് തിങ്സ്, പുതിയ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിലും മെറ്റീരിയൽസിന്റെ ആ പഴയ ഒരു സ്ട്രക്ചറിൽ തന്നെ ഇത് ഫോം ചെയ്യുന്നുണ്ട്. നിങ്ങളോട് ഞാൻ ഫ്രെയിം പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്തോ നിങ്ങള്?
കുറച്ചൊക്കെ കാണിച്ചായിരുന്നു മിസ്. ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം ബട്ടറിംഗ് ഫ്രെയിം, ലേസ്, സിബ്, അങ്ങനെ കുറച്ച് ഫ്രെയിമുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇന്ന് മോണ്ടിസോറി ക്ലാസ് റൂമിൽ 8 ഫ്രെയിമോളം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ് റൂമിൽ ടീച്ച് ചെയ്യുന്നുണ്ട്. ബട്ടൺ ഫ്രെയിം, ലേസ് ഫ്രെയിം, സിബ്, ഹുക്ക്, പ്രസ് ബട്ടൺ ഫ്രെയിം, പിന്നെ വെൽക്കോ ആൻഡ് ബക്കിള് ആൻഡ് ലാസ്റ്റ് വൺ ഒരു 8 ഫ്രെയിമോളം എന്തുണ്ട് ഇപ്പൊ ഫ്രെയിമുകളുണ്ട്. അപ്പൊ ടൈം ടു ടൈം മോഡിഫിക്കേഷനും എക്സ്പെരിമെന്റ്സിലൂടെയും എന്താണ് ഫ്രെയിമുകൾ ഓരോ മെറ്റീരിയൽസും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് സാൻ ലൊറൻസോയിലാണ് സ്ലംസ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് മോണ്ടിസോറി നമ്മളുടെ കാസ ദി ബാബിനി എന്ന് പറയുന്ന സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്. ആ സ്കൂൾ അല്ലെങ്കിൽ ആ മെത്തേഡ്, മോണ്ടിസോറി മെത്തേഡ് ഒത്തിരി പാരന്റ്സിന്റെ ഇടയിൽ നല്ല രീതിയിൽ ഫേമസ് ആയി. അങ്ങനെ ഫേമസ് ആയതിന്റെ ഭാഗമായിട്ട് ട്രെയിനിങ് കോഴ്സ്, മോണ്ടിസോറി ട്രെയിനിങ് കോഴ്സ് 1909 മോണ്ടിസോറി സ്റ്റാർട്ട് ചെയ്തു. ഇത് മോണ്ടിസോറിയുടെ ഫിലോസഫിയിൽ അതേപോലെ എഡ്യൂക്കേഷനിൽ ഒത്തിരി പേര് അട്രാക്റ്റഡ് ആയിരുന്നു, ഇൻട്രസ്റ്റഡ് ആയിരുന്നു. സോ മോണ്ടിസോറി ഡിസ്കവർ ചെയ്തു എന്റെ ഫീൽഡ് എന്ന് പറയുന്നത് വേൾഡിലെ പീസും ഹാർമണിയും ബിൽഡ് ചെയ്യാനായിട്ട് എഡ്യൂക്കേഷനിലൂടെ മാത്രമാണ് നമുക്ക് വേൾഡിലെ പീസും ഹാർമണിയും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി ബാക്കി റെസ്റ്റ് ഓഫ് ഹർ ലൈഫ് എന്തിനു വേണ്ടിയിട്ട് ഈ മോണ്ടിസോറി മെത്തേഡിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിന് വേണ്ടിയിട്ട് മോണ്ടിസോറി മാറ്റിവെച്ചു. ആസ് ദ റിസൾട്ട് ഒരുപാട് പ്രൈവറ്റ് സ്കൂളുകൾ, യൂറോപ്പ്, US പോലുള്ള രാജ്യങ്ങളിൽ ഒരുപാട് പ്രൈവറ്റ് സ്കൂളുകൾ മോണ്ടിസോറി മെത്തേഡ് അഡോപ്റ്റ് ചെയ്യും അതിന് സ്വീകാര്യത ലഭിച്ചിരുന്നു ആ കാലഘട്ടത്തിൽ. മെനി കൺട്രി ഫോർമലി അഡോപ്റ്റ് ദ മെത്തേഡ്, ഒരുപാട് രാജ്യങ്ങൾ ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്തു. ത്രൂഔട്ട് ദ വേൾഡ് മോണ്ടിസോറി സൊസൈറ്റീസ് ത്രൂഔട്ട് ദ വേൾഡ് എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇന്റർനാഷണൽ ടീച്ചേഴ്സ് ട്രെയിനിങ് ക്ലാസ് 1913 സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ തന്നെ ആ ടൈമില് 1930 എന്താ പറയാ മോണ്ടിസോറി മെത്തേഡ്സ് അല്ലെങ്കിൽ മോണ്ടിസോറി 100 ഓഫ് മോണ്ടിസോറി സ്കൂളുകൾ USA സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ തന്നെ മോണ്ടിസോറിനെ വൈറ്റ് ഹൗസിലേക്ക് ഇൻവൈറ്റ് ചെയ്യും. എന്താ പറയാ ഹാളില് ഒരു ഫുൾ കപ്പാസിറ്റി ക്രൗഡിലേക്ക് മോണ്ടിസോറി സ്പീച്ച് കണ്ടക്ട് ചെയ്യുകയും ചെയ്തു. മോണ്ടിസോറിയുടെ ഐഡിയാസ്, വ്യൂ പോയിന്റ്സ്, ഫിലോസഫി കാര്യങ്ങളൊക്കെ അത്രയും വ്യക്തികളുടെ മുമ്പിൽ മോണ്ടിസോറി അവതരിപ്പിച്ചു. അതിന് നല്ല സ്വീകാര്യതയാണ് ലഭിച്ചത്. ഈ 1950 ഒക്കെ ആയപ്പോഴേക്കും ക്ലാസ് റൂമുകൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു മോണ്ടിസോറി. ദെൻ 1960 ആയപ്പോഴേക്കും ഈ ഒരു മെത്തേഡിന്റെ സ്വീകാര്യത USA കുറഞ്ഞു വന്നു. ഈ ഒരു മെത്തേഡിന് ഒത്തിരി എന്താണ് ഡിഫറൻഷ്യൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഫിലോസഫേഴ്സിന്റെ അടുത്ത് നിന്ന് എന്താണ് റിജക്ഷനും കാര്യങ്ങളും ഫേസ് ചെയ്യേണ്ടിയിട്ട് വന്നു. കാരണം നമ്മുടെ മെത്തേഡിന് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തു. കാരണം ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങൾ, ടോയ്സ് യൂസ് ചെയ്താണോ കുട്ടികളെ ടീച്ച് ചെയ്യുന്നത്, ട്രെയിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു ഒരുപാട് റിജക്ഷനും കാര്യങ്ങളും ആ ടൈമിൽ ഡെവലപ്പ് ചെയ്തു വന്നു. 1980 ആയപ്പോഴേക്കും മോണ്ടിസോറി എന്ത് ചെയ്തു, USA വിട്ടു. 1942 1935 മോണ്ടിസോറിയുടെ മെത്തേഡ് യൂറോപ്പ്, സ്പെയിൻ, ഓസ്ട്രേലിയ, ഹോളണ്ട് പോലുള്ള രാജ്യങ്ങളിൽ കുറച്ചും കൂടി സ്വീകാര്യത ലഭിച്ചു. ഷീ എൻജോയ്ഡ് ദ സപ്പോർട്ട് ഫ്രം ക്യൂൻ മാഗ്രിറ്റ ഓഫ് ഇറ്റലി. ഇറ്റലിയിലെ ക്യൂൻ മാഗ്രിറ്റയിൽ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. സിഗ്മണ്ട്, അന്ന ഫ്രെഡ്, ഗാന്ധിജി, പിയാഗെറ്റ് ആൻഡ് ലേറ്റർ മുസോളി, ഇതേപോലത്തെ എന്താ പറയാ കുട്ടികളുടെ എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് വ്യക്തികൾ, അതേപോലെ എന്താ പറയാ നാഷണൽ ഹീറോസിന്റെ അടുത്ത് നിന്നൊക്കെ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് മോണ്ടിസോറിക്ക് ലഭിച്ചു. ഷീ എസ്റ്റാബ്ലിഷ് ദ അസോസിയേഷൻ ഓഫ് മോണ്ടിസോറി ഇന്റർനാഷണൽ. അതിന്റെ ഭാഗമായിട്ട് മോണ്ടിസോറി ഇന്റർനാഷണൽ, അസോസിയേഷൻ ഓഫ് മോണ്ടിസോറി ഇന്റർനാഷണൽ സ്റ്റാർട്ട് ചെയ്തു. അത് AMI എന്നാണ്. ഇവിടെ എക്ക് സ്മോൾ ലെറ്റർ ആണ്, നിങ്ങളത് A ക്യാപിറ്റൽ ലെറ്റർ ആക്കണം. ഇൻ സൗത്ത് അമേരിക്ക ഇൻ 1929 AMI സ്റ്റാർട്ട് ചെയ്തു. അസോസിയേഷൻ ഓഫ് മോണ്ടിസോറി ഇന്റർനാഷണൽ സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ തന്നെ 1929 ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഹിറ്റ്ലർ, മുസോളിനി ലീഡേഴ്സ്, മുസോളിനിയൊക്കെ ഈ ഒരു മെത്തേഡിലോട്ട് അട്രാക്ട് ആയി. 1939 ആയപ്പോഴേക്കും മുസോളിനി ലീഡേഴ്സും മോണ്ടിസോറിയും തമ്മിൽ ചെറിയൊരു ഒപ്പീനിയൻ ക്ലാഷ് വന്നു. അതിന്റെ ഭാഗമായിട്ട് 1935 ആയപ്പോഴേക്കും ജർമ്മനിയിലെ നാസി പോലീസ് എന്ത് ചെയ്തു, ഈ ഒരു മെത്തേഡ് ബാൻ ചെയ്യും. ഇറ്റലിയിലുള്ള മോണ്ടിസോറി സ്കൂളുകളെല്ലാം 1939 ആയപ്പോഴേക്കും എല്ലാ സ്കൂളുകളും ക്ലോസ് ചെയ്തു. 1939 മോണ്ടിസോറി ഒരു ട്രെയിനിങ് സെന്റർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് വിസിറ്റ് ചെയ്യും. ആ ടൈമിൽ തന്നെ നമ്മളെ വേൾഡ് വാർ II നടക്കുകയും ആ സമയത്ത്
വേൾഡ് വാർ കഴിയുന്നത് വരെയും മോണ്ടിസോറി ഇന്ത്യയിൽ താമസിക്കേണ്ടതായിട്ട് വന്നു. ഇറ്റാലിയൻ നാഷണൽ ആയിട്ടാണ് അദ്ദേഹം ഇന്ത്യയിൽ താമസിച്ചത്. ആ സമയത്ത് ഒരുപാട് ബുക്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇൻഫന്റ് കെയർ, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് ബുക്സും കാര്യങ്ങളൊക്കെ മോണ്ടിസോറി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1949 ആയപ്പോഴേക്കും ഇറ്റലിയിലേക്ക് മോണ്ടിസോറിയുടെ മൂവ്മെന്റ്സ് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇൻവിറ്റേഷൻ കിട്ടി. ലാസ്റ്റ് ഇന്ത്യ വിസിറ്റ് ചെയ്തത് 1949 മോണ്ടിസോറി. ഇൻ 1949 ആയപ്പോഴേക്കും 18th ഇന്റർനാഷണൽ മോണ്ടിസോറി കോൺഫറൻസ് ഇറ്റലിയിൽ വെച്ച് ഹെൽഡ് ചെയ്തു. അതിനുശേഷം ഒരുപാട് ഹോണേഴ്സും എന്താ പറയാ പ്രശസ്തി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മോണ്ടിസോറിക്ക് അക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഹെർ എഡ്യൂക്കേഷൻ മെത്തേഡ് ഓൾ ഓവർ ദ വേൾഡ് അക്സെപ്റ്റ് ചെയ്തു. നമ്മൾ ഇന്ന് ഈ ഒരു മെത്തേഡിനെ കുറിച്ച് ഇവിടെ ഇങ്ങനെ സംസാരിക്കുന്നതിന് കാരണം തന്നെ എന്താണ്, ഈ മോണ്ടിസോറി മെത്തേഡിന് കിട്ടിയിരിക്കുന്ന സ്വീകാര്യതയാണ്. സോ ഷീ നോമിനേറ്റഡ് ഫോർ നോബൽ പ്രൈസ് 3 times നോബൽ പ്രൈസിന് വേണ്ടിയിട്ട് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ യുനെസ്കോ കോൺഫറൻസ് ഫ്ലോറൻസ് ഇറ്റലിയിൽ കണ്ടക്ട് ചെയ്ത എന്താണ് യുനെസ്കോ കോൺഫറൻസിലെ ഭാഗമാകാനായിട്ട് മോണ്ടിസോറിക്ക് പറ്റി. ആൻഡ് ഷീ സ്റ്റാർട്ടഡ് 19th ഇന്റർനാഷണൽ മോണ്ടിസോറി കോൺഫറൻസ് ഇൻ 1951 9th ഇന്റർനാഷണൽ മോണ്ടിസോറി കോൺഫറൻസ് സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ ഓസ്ട്രേലിയയിലെ ട്രെയിനിങ് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. ലെക്ചേഴ്സ് ക്രോമിൽ ലെക്ചേഴ്സ് കൊടുത്തു. അത് 1952 മെയ് 6th മോണ്ടിസോറി സെറിബ്രൽ ഹെമറേജ് മൂലം മരണം സംഭവിച്ചു. എന്നിരുന്നാലും മോണ്ടിസോറിയുടെ മെത്തേഡ്സും വർക്കും മെറ്റീരിയൽസും കാര്യങ്ങളും ഇന്നും എന്താ പറയാ ലോകമെമ്പാടും ഈ ഒരു മെത്തേഡിന് സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. മോണ്ടിസോറിക്ക് ശേഷം മോണ്ടിസോറിയുടെ മകൻ മരിയോ മോണ്ടിസോറി അദ്ദേഹത്തിന്റെ കുട്ടികളുമാണ് ഈ ഒരു ലെജൻസി വർക്ക് എന്ത് ചെയ്തത് ഇത്രയും നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് കാരണമായത്. ആൻഡ് മോണ്ടിസോറിയുടെ ഹോം അമിർസ്ട്രാമിലുള്ള മോണ്ടിസോറിയുടെ ഹോം ഒരു മെമ്മോറിയൽ പോലെ മരിയോ മോണ്ടിസോറി ഒരു മെമ്മോറിയൽ പോലെ എന്ത് ചെയ്യുന്നുണ്ട്, എന്താണ് ആംസ്റ്റർഡാമില് ഉള്ള മോണ്ടിസോറിയുടെ ഹൗസ് കുട്ടികള് മരിയോ മോണ്ടിസോറി നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതൊരു നല്ലൊരു മെമ്മോറിയൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു കാലഘട്ടത്തിൽ മോണ്ടിസോറിയുടെ ലൈഫ് സ്പാനിൽ നടന്ന കാര്യങ്ങളിൽ നിന്ന് കൺക്ലൂഡ് ചെയ്ത് വേഗമൊന്ന് പറഞ്ഞതാണ്. നമുക്കൊന്ന് റീഡ് ചെയ്യാം. നെക്സ്റ്റ് പാരഗ്രാഫ് ആരെങ്കിലും വായിക്കും. ദ വർക്ക് അറ്റ് സാൻ ലോറൻസോ ഒന്ന് റീഡ് ചെയ്യാൻ പറ്റുമോ? റീഡ് ചെയ്യാം മാം. The work at San Lorenzo with the slum kids made the method of Montessori very famous among parents and led to the establishment of the first training course in 1909. Seeing the people's interest in her philosophy and her education gathered momentum, she decided to set aside the rest of her life to spread the word of the Montessori method through lectures and teacher training courses around the world. As a result, private schools started being established in Europe and the US. Many countries formally adopted the method in their school systems, and Montessori societies came into being throughout the world. The first international teacher training class was held in 1913. Also by 1913, the interest in her method was at the pinnacle that there were about 100 Montessori schools in the US. Dr. Montessori was invited by the White House and made a speech to a full capacity crowd at Carnegie Hall. In 1915, she demonstrated in the classroom. By 1916, interest in the method decreased owing to offering educational philosophies in the US and the inability to accept changes. In 1918, Dr. Montessori left the US. Between 1914 and 1935, the Montessori method progressed in Europe, Spain, Australia, and Holland. She enjoyed support from Queen Margherita of Italy, Sigmund and Anna Frank, Gandhi, Piaget, and later Mussolini. She established the Association Montessori International (AMI) in South America in 1929. ബാക്കി വായിക്കണോ മാം? മൈക്ക് മ്യൂട്ടാ മാമിന്റെ. ഓക്കെ, കുഴപ്പമില്ലെങ്കിൽ വായിച്ചില്ലെങ്കിൽ വേറൊരാൾക്ക് വായിക്കാം.
ഞാൻ ആർക്കെങ്കിലും വായിക്കാം വേണോ? ഓക്കെ, ഞാൻ വായിക്കാം. ഓക്കെ. ചിലപ്പോൾ സൗണ്ട് വ്യത്യാസം കേട്ടോ. എനിക്ക് വായിക്കാം, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ വായിക്കാം. Hitler and Mussolini were also attracted to the Montessori method, but by 1934, Mussolini became president of the Montessori Society of Italy, and a clash of opinion developed between Dr. Montessori and Mussolini, his leaders. By 1935, the method was banned in Germany by Nazi police, and by 1936, the schools in Italy had also closed. It was അടുത്തത് വായിക്കണോ? റീഡ് ചെയ്തോളാം. It was in 1939 that Montessori came to India to set up a training center and began a course. She spent the war years interned in India as an Italian national. She wrote several books in which the central elements were the care of infants and formulating an educational system which would ensure peace through moral reform. Her talks in India were compiled into many books and published under her name. In 1947, she was invited back to Italy to restart the movement. That year, she made her last visit to India. Also, in 1949, the 8th International Montessori Congress was held in Italy. Afterwards, many honors were to be bestowed upon her. She lived to see her educational methods being accepted all around the world. She was nominated for the Nobel Prize 3 times and was a delegate to the UNESCO conference in Florence, Italy 1950. She attended the 9th International Montessori Congress in London in 1959-51, a training course in Australia and lecture in Rome. She died of a cerebral hemorrhage in May 6, 1952, at the age of 82. Her son Mario and his children carried on the legacy of her work. Her home at Amsterdam was maintained as a memorial to her dedicated work and was run by her son. എല്ലാവരും ഇതൊന്ന് റീഡ് ചെയ്ത് നോക്കട്ടോ. മോണ്ടിസോറി വർക്ക് ആഫ്റ്റർ വേർഡ് എന്ന് പറയുന്ന പോർഷൻ ഒന്ന് റീഡ് ചെയ്ത് നോക്കി. എല്ലാവരും ഒന്ന് റീഡ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.
എല്ലാവരും റീഡ് ചെയ്തോ? Yes, ma'am. നോക്കാം, അത് നന്നായിട്ടൊന്ന് നോക്കാം കേട്ടോ. നമ്മള് ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തു. അറിയാം, യൂണിറ്റ് 1 ആയിരിക്കും. നിങ്ങൾ നല്ല രീതിയിലൊക്കെ നോക്കാം, മോക്ക് ടെസ്റ്റ് കൊടുക്കാം കേട്ടോ. നിങ്ങൾ അറ്റൻഡ് ചെയ്യാം, മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് തന്നെ പഠിക്കാം. നമ്മളിനി മൂവ് ആവുന്ന ചാപ്റ്റർ യൂണിറ്റ് 5 ആണ്. നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ആണ് ചാപ്റ്ററിന്റെ പേര് കേട്ടോ. യൂണിറ്റ് 5. ഞാൻ ഓർഡറിലല്ല എടുക്കുന്നത്. നമ്മള് ഈ ഒരു പാർട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോറി, പാർട്ട് 3 നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ യൂണിറ്റ് 1 കഴിഞ്ഞിട്ട് ഞാൻ എടുക്കുന്നത് യൂണിറ്റ് 5 ആണ് കേട്ടോ. നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ആണ് ചാപ്റ്ററിന്റെ പേര്. പേജ് നമ്പർ 112 ആണ്. ഇതാണ് 112 ആണ്. ചാപ്റ്ററിന്റെ പേര് നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ആണ് കേട്ടോ. എന്താണ് നോർമലൈസേഷൻ, എന്താണ് ഡീവിയേഷൻ എന്ന് പറയാം. ഞാൻ രണ്ട് എക്സാമ്പിൾസ് പറയാം. അതിൽ ഏത് കുട്ടിയാണ് ഡീവിയേറ്റഡ്, ഏത് കുട്ടിയാണ് നോർമലൈസ്ഡ് എന്ന് നിങ്ങൾ പറയാം. ഒരു കുട്ടി അവൻ ചെയ്യുന്ന വർക്കുകളൊക്കെ അവൻ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്, അവനെല്ലാം കൊടുക്കുന്ന വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കുന്നില്ല. നെക്സ്റ്റ് വർക്ക് ചെയ്യുന്നു. നല്ല സ്മാർട്ട് ഒക്കെയാണ്, ആള് ആക്റ്റീവ് ഒക്കെയാണ്, സ്മാർട്ട് ഒക്കെയാണ്. ഓരോ വർക്ക് ചെയ്യുന്നു, അവൻ അടുത്തൊരു വർക്കിലേക്ക് പോകുന്നു, അടുത്ത വർക്ക് ചെയ്യുന്നു, കംപ്ലീറ്റ് ആയൊന്നും കുഴപ്പമൊന്നുമില്ല, നെക്സ്റ്റ് വർക്കിലേക്ക് മൂവ് ആവും. മറ്റൊരു കുട്ടി ഒറ്റ വർക്കാണ് ചെയ്യുന്നത്, ഒരു വർക്ക് തന്നെയാണ് ചെയ്യുന്നത്, ഇത്തിരി ടൈം എടുത്ത് ചെയ്യുന്നുണ്ട്, ആള് വർക്ക് ചെയ്യുന്നു, അത് കംപ്ലീറ്റ് ആകുന്നില്ല, വീണ്ടും അവൻ അതേ മെറ്റീരിയൽ യൂസ് ചെയ്ത് വീണ്ടും വർക്ക് ചെയ്യുന്നു, അതും കംപ്ലീറ്റ് ആകുന്നില്ല. ഓക്കെ, അതങ്ങനെ നടക്കുകയാണ്. അപ്പോ നിങ്ങളുടെ ഒബ്സർവേഷനിൽ ഈ രണ്ട് ടൈപ്പ് ഓഫ് കുട്ടികളെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് ഏത് കുട്ടിയാണ് നോർമലൈസ്ഡ് ചൈൽഡ്, ഏത് കുട്ടിയാണ് ഡീവിയേറ്റഡ് ചൈൽഡ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? അല്ലെങ്കിൽ രണ്ട് കുട്ടികളും നോർമൽ കുട്ടികളാണോ, നോർമലൈസ്ഡ് ചൈൽഡ് ആണോ, അല്ലെങ്കിൽ രണ്ട് കുട്ടികളും ഡീവിയേറ്റഡ് ആണോ എന്ന് നിങ്ങളുടെ അഭിപ്രായം? മനസ്സിലായില്ല അല്ലെ എക്സാമ്പിള്? ആദ്യത്തെ നോർമലൈസേഷൻ തന്നെയല്ലേ? ഒരു വർക്ക് ചെയ്യുന്നു, അത് കംപ്ലീറ്റ് ആയോ നോക്കുന്നില്ല, നെക്സ്റ്റ് വർക്കിലേക്ക് മൂവ് ആവുന്നു. കംപ്ലീറ്റ് ആയോ നോക്കുന്നില്ല എന്ന് പറഞ്ഞോ മാം? ഓക്കെ, കംപ്ലീറ്റ് ആയില്ലെങ്കിലും അടുത്തൊരു വർക്കിലേക്ക് പോകുന്നു അല്ലെ. രണ്ടാമത്തെ കുട്ടി എന്ന് പറയുന്നത് ഒരു വർക്ക് തന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. മിസ്, ഈ ഡീവിയേഷന്റെ ഒരു എന്താണ്? ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഡിസ്ട്രാക്ഷൻസ് സംഭവിക്കുന്ന കുട്ടികൾ, ഒരു വർക്ക് പൂർണ്ണമായിട്ടും ഇനി അറ്റ്മോസ്ഫിയർ കേട്ടോ, പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പെട്ടെന്ന് ഡിസ്ട്രാക്ട് ആകുന്ന കുട്ടികളെയാണ് നമ്മൾ ഡീവിയേറ്റഡ് ചൈൽഡ് എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ പറഞ്ഞതിൽ ഏത് കുട്ടിയാണ് ഡീവിയേറ്റഡ് ചൈൽഡ്? രണ്ടാമത് പറഞ്ഞ കുട്ടി. ആദ്യം പറഞ്ഞ കുട്ടി. ആ വർക്കുകൾ, ഒരു വർക്ക് ചെയ്യുന്നു, അത് കംപ്ലീറ്റ് ആക്കുന്നില്ല, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കുന്നില്ല, അടുത്ത വർക്കിലേക്ക് പോകുന്നു. ഭയങ്കര സ്മാർട്ടൊക്കെയാണ് ആള്, എന്നാലും പെട്ടെന്ന് അവരെന്ത് ചെയ്യുന്നുണ്ട്, അവന് വർക്ക് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. രണ്ടാമത്തെ കുട്ടി എന്ന് പറയുന്നത് അവൻ ആകെ ഒരു വർക്ക് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, പക്ഷെ അവൻ റിപ്പീറ്റ്ലി ആ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ലവ് ഓഫ് റിപ്പീറ്റേഷൻ ഒക്കെ പഠിച്ചില്ലേ, അവൻ ആ ഒരു മെന്റൽ കോൺസെൻട്രേഷൻ ഉണ്ട്, അവൻ ചെയ്യുന്ന വർക്ക് തെറ്റിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല, വീണ്ടും ആ വർക്ക് ചെയ്യാനായിട്ട് അവൻ ആ എടുക്കുന്ന ഇന്റൻഷൻ അതെന്താണ്, നോർമലൈസേഷന്റെ ഭാഗമാണ്. നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമാണ് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്കിവിടെ ആദ്യം നോർമലൈസേഷൻ ആണ് പറയുന്നത്, പിന്നീടാണ് ഡീവിയേഷനെ കുറിച്ച് പറയുന്നത്. പക്ഷെ ഞാൻ നിങ്ങളോട് ആദ്യം ഡീവിയേഷൻ എന്താണെന്നാണ് പറയുന്നത് കേട്ടോ, എന്നിട്ട് നോർമലൈസേഷനിലേക്ക് വരാം. ഓക്കെ, ഡീവിയേഷൻ എന്ന് പറയുന്നത് ഒരു കുട്ടി അവന്റെ നോർമൽ വർക്കിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസോ എന്തെങ്കിലും തടസ്സങ്ങളോ ഫേസ് ചെയ്യുകയാണെങ്കിൽ, അവൻ ആ നോർമൽ വർക്കിൽ നിന്ന് വ്യതിചലിച്ച് പോവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ചിലപ്പോൾ ഡീവിയേറ്റഡ് ചൈൽഡിനെ കണ്ടിട്ടുണ്ടാകും, ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും ചില കുട്ടികൾ, ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ, ഭയങ്കര വികൃതിയുള്ള കുട്ടികൾ. ചിലപ്പോൾ നിങ്ങൾ ടീച്ചർ പ്രാക്ടീസിനൊക്കെ പോകുമ്പോൾ ക്ലാസ്സിലുണ്ടാവും, ഭയങ്കര വികൃതി ആയിരിക്കും അവൻ.
ഭയങ്കരമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര വീക്ക് ആയിട്ടുള്ള കുട്ടികളായിരിക്കാം, ഓർ ഡ്രൈവ് അവരുടെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നാലും അവർ സ്വപ്ന ലോകത്തായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ കുട്ടികൾ നമ്മൾ നോർമലി എന്താ പറയുന്നത് ഡീവിയേറ്റഡ് ചൈൽഡ് എന്നാ പറയുന്നത്. ആ കൺസെപ്റ്റ് എന്നാൽ അവർ നോർമൽ വർക്കിങ്ങിൽ നിന്ന് മാറി മറ്റൊരു രീതിയിലേക്ക് അല്ലെങ്കിൽ വേറൊരു രീതിയിലേക്ക് പോകുന്നു, എപ്പോഴും സ്വപ്ന ലോകത്തായിരിക്കും. അങ്ങനെയൊക്കെ വരുന്ന കുട്ടികൾ നമ്മൾ സാധാരണയായിട്ട് ഡീവിയേറ്റഡ് ചൈൽഡ് എന്നാ പറയുന്നത്. മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് ഒരു കുട്ടി ആദ്യമായിട്ട് വരാണെങ്കിൽ ആ കുട്ടി മേ ബി നോർമലൈസ്ഡ് ആവാം, ഒരു ഡീവിയേറ്റഡ് ചൈൽഡ് ആവാം. നമ്മള് ഇപ്പൊ ഡീവിയേറ്റഡ് കുട്ടിയാണെന്ന് വിചാരിക്കുക, നോർമൽ കുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്യിക്കാം, നമുക്ക് ആ വർക്ക് അവനെ കൊണ്ട് ചെയ്യിച്ച് അവനെ പെർഫെക്റ്റ് ഒരു നല്ലൊരു ഹ്യൂമൻ ബീങ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. ഈവൻ ഇഫ് അവൻ ഡീവിയേറ്റഡ് ചൈൽഡ് ആണെങ്കിൽ അവൻ നമ്മൾ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യിക്കേണ്ടതായിട്ട് വരും. ആദ്യം അവന്റെ ഡീവിയേഷനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കണം. അതിലൂടെയാണ് നമുക്ക് അവന്റെ കൂടുതൽ കുറച്ചും കൂടി അടുത്ത അവരുടെ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്, എന്തുകൊണ്ടാണ് അവൻ ഡീവിയേറ്റഡ് ആകുന്നത്. ചിലപ്പോൾ ചില കുട്ടികൾക്ക് സ്നേഹവും കെയറും ഒന്നും കിട്ടാത്തതുകൊണ്ടാവാം ഡീവിയേറ്റ് ചെയ്യുന്നത്. ഇപ്പം എന്റെ പരിചയത്തില് എന്റെ ഒരു ഓൺ എക്സ്പീരിയൻസ് ആണ്, ഒരു കുട്ടി അവൻ 2ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഭയങ്കര വയലൻസ്. അതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട് ഫസ്റ്റ് സെഷനിൽ ഞാൻ ഈ കുട്ടിയെ കാണുമ്പോൾ അത്യാവശ്യം നല്ല കുട്ടിയായിരുന്നു, നല്ല മിടുക്കൻ കുട്ടിയായിരുന്നു. പക്ഷെ ആ 2nd സ്റ്റാൻഡേർഡിലേക്ക് എത്തിയപ്പോഴേക്കും ഭയങ്കര വയലന്റ് ആണ് പറയുന്നു. ടീച്ചേഴ്സ് എല്ലാവരും നല്ല പരാതി പറയുന്നുണ്ടായിരുന്നു ഈ കുട്ടിയെ കുറിച്ചിട്ട്. അപ്പൊ ഭയങ്കര വയലന്റ് ആണ്. പിന്നെ ഇഷ്ടം എന്താണ് അവന്റെ വയലൻസിനുള്ള പ്രശ്നം എന്നാണ് എനിക്ക് ഇഷ്ടം. അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അവൻ 2nd സ്റ്റാൻഡേർഡിലേക്ക് ആയപ്പോഴേക്കും അവന്റെ അമ്മയ്ക്ക് ഗവൺമെന്റ് ജോലി കിട്ടി, ക്ലർക്കായിട്ട് ജോലി കിട്ടി. അത് തിരുവനന്തപുരത്താണ് കിട്ടിയത്, ട്രിവാൻഡ്രത്താണ്. എനിക്ക് തോന്നുന്നു സെക്രട്ടറി അസിസ്റ്റന്റ് ആണോ ക്ലർക്കാണോ എന്ന് അറിഞ്ഞൂടെ, തിരുവനന്തപുരത്താണ് ജോലി കിട്ടിയത്. അപ്പൊ അവന് ഉപേക്ഷിച്ചിട്ട് ഇത്രയും നാൾ അവനെ സപ്പോർട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്തിരുന്ന അമ്മ അവനെ ഉപേക്ഷിച്ച് ജോലിക്ക് വേണ്ടിയിട്ട്, നമ്മളായാലും അങ്ങനെ ചെയ്യാറുണ്ട്, ജോലിക്ക് വേണ്ടിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയി. അവൻ ആ സെപ്പറേഷൻ ഉണ്ടല്ലോ, അമ്മേനെ സെപ്പറേറ്റ് ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ് അത് അവന്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് പ്രശ്നമായിരുന്നു. കാര്യങ്ങൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും അവൻ അമ്മയോട് ഭയങ്കര കെയറിങ്. 2 പേര് ഒരുമിച്ച് ആ കുട്ടിനെ കൊണ്ടുവന്നാക്കാനും വീട്ടിലിരുന്ന കുട്ടിയുടെ അമ്മ പഠിച്ചതും എക്സാം ഒക്കെ എഴുതിയിരുന്നതൊക്കെ സ്വയമേ തന്നെയായിരുന്നു. അപ്പൊ എല്ലാ ടൈമും ഇവന്റെ ഒപ്പമായിരുന്നു ഇത്രയും നാൾ സ്പെൻഡ് ചെയ്തിരുന്നത്. പക്ഷെ പെട്ടെന്ന് ആ ഒരു മാറ്റം, ആ ഒരു സെപ്പറേഷൻ അവന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് അവൻ ആ ദേഷ്യം മറ്റു കുട്ടികളുടെ അടുത്തും ഗ്രാൻഡ് പാരന്റ്സ് ആയിരുന്നു നോക്കി, നമ്മുടെ വീട്ടിലായിരുന്നു നിന്നിരുന്നത്. ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്തും ആരെന്ത് പറഞ്ഞാലും അനുസരിക്കാത്തൊരു ഒട്ടും അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരു ചൈൽഡ് ആയിട്ട് അവൻ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീടാണ് പ്രശ്നം എന്ന് നമുക്ക് മനസ്സിലായത്. നമ്മൾ പാരന്റ്സിനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. പാരന്റ് എന്ന് പറയുമ്പോൾ അച്ഛൻ പോലീസിലാണ്, അച്ഛനും അധികം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അവന്റെ ഒപ്പം. കാരണം ഡ്യൂട്ടിയും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും, ചിലപ്പോ ഡേ ഡ്യൂട്ടി ആയിരിക്കും. പല ടൈമിൽ പല ഷിഫ്റ്റ് ആണ്. അത് അച്ഛനെയും പ്രോപ്പറായിട്ട് അച്ഛന്റെ കെയറും കിട്ടുന്നില്ല, അമ്മയുടെ കെയറും പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. അത് അവനെ ഒരുപാട് ഡിപ്രഷൻ ആ ഒരു ഇതിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ അവനത് പ്രകടിപ്പിക്കുന്നത് വേറൊരു രീതിയിലാണ്, ദേഷ്യത്തിലൂടെയൊക്കെയാണ് അവനത് പ്രകടിപ്പിക്കുന്നത്. അപ്പൊ ഇന്നതാണ് പ്രശ്നം എന്ന് മനസ്സിലാക്കിയപ്പോ അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു. ഇന്നതാണ് അവനത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് നമ്മളോട് ആ പാരന്റ് പറഞ്ഞെന്ന് വെച്ചാല് പെട്ടെന്ന് ഒരു ട്രാൻസ്ഫർ പോസിബിൾ അല്ല. അപ്പൊ മുമ്പ് വെച്ചാല് മന്ത്ലി ആണ് വന്നിരുന്നത്. ഈ 2nd സാറ്റർഡേ ഒക്കെ ആകുമ്പോൾ വരുമായിരുന്നു. 2nd സാറ്റർഡേ സൺഡേ കൂടെ നിന്നിട്ട് തിരിച്ച് പോകുമായിരുന്നു, അങ്ങനെയായിരുന്നു. അപ്പോ പിന്നീട് ആ ഒരു പാരന്റ് എന്ത് ചെയ്യാൻ തുടങ്ങി, വീക്കിലി 1 ഡേ ട്രിവാൻഡ്രത്തുനിന്ന് നമ്മുടെ കുട്ടിനെ കാണാൻ വേണ്ടിയിട്ട് എല്ലാ വീക്കിലും വരാൻ തുടങ്ങി. ലീവുകൾ ഇടയ്ക്ക് ഹോളിഡേയ്സ് ഒക്കെ വരുമ്പോൾ കൂടുതൽ ടൈം അവനോട് സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവന്റെ ക്യാരക്ടറിൽ ഒത്തിരി മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. പിന്നീട് അവൻ നമ്മൾ ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കാനായിട്ട് തുടങ്ങി. പിന്നീട് ട്രാൻസ്ഫർ കിട്ടി, എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ കിട്ടി. ഡെയിലി വീട്ടിൽ നിന്ന് പോയി വരുന്നു. എന്നിട്ടും എന്താ പറയാ, പഠിക്കുന്ന കാര്യത്തിലേക്ക് അവൻ പ്രോപ്പർ ആവുന്നുണ്ടായിരുന്നില്ല. നമ്മൾ പറയുന്നു ഹോംവർക്ക് ഒന്നും കറക്റ്റ് ആയിട്ട് ചെയ്യുന്നില്ല, മേ ബി എന്തൊക്കെയോ ചെയ്യുന്നു, പക്ഷെ പ്രോപ്പർ അല്ലായിരുന്നു. വീണ്ടും നമുക്ക് ഒത്തിരി കൂടി ടൈം എടുക്കേണ്ടതായിട്ട് വന്നു അവന് നോർമൽ ആയിട്ടുള്ളൊരു കുട്ടിയാക്കി മാറ്റാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ഈ നോർമൽ ലൈനിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും കുട്ടികൾ എന്താവാനുള്ള ചാൻസ് ഉണ്ട്, ഡീവിയേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല കുട്ടി ഡീവിയേറ്റഡ് ആണോ അല്ലയോ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളിൽ ഏതെങ്കിലും കുട്ടികൾക്ക് ഡീവിയേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഏത് കുട്ടിയാണ് നോർമലൈസ്ഡ് ചൈൽഡ്, ഏത് കുട്ടിയാണ് ഡീവിയേറ്റഡ് ചൈൽഡ് എന്ന് നമുക്ക് സ്വയമേ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സിലബസിൽ ഈ ഒരു പോർഷൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എന്താണ് ചാപ്റ്ററിന്റെ പേര്?
നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ആണ് യൂണിറ്റിന്റെ പേര്. നമുക്ക് നോക്കാം എന്താണ് നോർമലൈസേഷൻ എന്നുള്ളത്. ഡോക്ടർ Montessori discovered that new normalized child would frequently emerge as of being in complete harmony with this entire environment. ഇങ്ങനെയാണ് ന്യൂ നോർമലൈസ്ഡ് ചൈൽഡ് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ എൻവയോൺമെന്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടൊരു ഐക്യം അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെന്റ് ആയിട്ട് ഫുള്ളി അഡാപ്റ്റ് ആയിട്ടുണ്ടാവും. She developed her special method based on this disclosure. ഈ ഒരു ഡിസ്ക്ലോഷറിന്റെ ബേസിൽ ഒരു സ്പെഷ്യൽ മെത്തേഡ് മോണ്ടിസോറി എന്ത് ചെയ്തിട്ടുണ്ട്, ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. മോണ്ടിസോറി ഡിസ്ക്രൈബ് ദിസ് പ്രോസസ് ഓഫ് ഫണ്ടമെന്റൽ ചേഞ്ച് ഇൻ ദ ചൈൽഡ് ആസ് നോർമലൈസേഷൻ. ഈ ഫണ്ടമെന്റൽ ചേഞ്ചിനെ, കുട്ടികളിൽ വരുന്ന ഈ മാറ്റത്തിനെ മോണ്ടിസോറി ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താണ്, നോർമലൈസേഷൻ എന്നാണ്. എന്താണ് നോർമലൈസേഷൻ? നമ്മൾ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആവുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്താണ് നോർമലൈസേഷൻ എന്നുള്ളത് കേട്ടോ. എമംഗ് ദ റിലവേഷൻ ദ ചൈൽഡ് ഹാസ് ബ്രോട്ട് as there is a one fundamental important the phenomena of normalization through work. എങ്ങനെയാണ് നമുക്ക് കുട്ടികളുടെ നോർമലൈസേഷൻ അക്യൂർ ചെയ്യാൻ പറ്റുന്നത്? ത്രൂ വർക്കിലൂടെ മാത്രമാണ് കുട്ടികളുടെ നോർമലൈസേഷൻ അക്യൂർ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പൊ നമ്മുടെ എൻവയോൺമെന്റിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് ഒരു കുട്ടി വരാണെങ്കിൽ മേ ബി ആ കുട്ടി നോർമലൈസ്ഡ് ആവാം അല്ലെങ്കിൽ ഡീവിയേറ്റഡ് ചൈൽഡ് ആവാം. അപ്പൊ ഡീവിയേറ്റഡ് ചൈൽഡിനെ നമുക്ക് നോർമലൈസ്ഡ് ചൈൽഡ് ആക്കി മാറ്റണം. അപ്പൊ നോർമലൈസ്ഡ് ചൈൽഡ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാം? ത്രൂ വർക്ക് അവരെ മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അവർക്ക് അത് വർക്ക് ചെയ്യിക്കുന്നു. ചിലപ്പോൾ ആദ്യം ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് വരുന്നു, അവർ വീണ്ടും 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 വർക്ക് ചെയ്യുന്നതിലൂടെ അവർ ഒരുപാട് ഗുണങ്ങൾ, താഴെ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നു. അതിലൂടെയാണ് അവർ നോർമൽ ചൈൽഡ് ആയിട്ട് മാറുന്നത്. ശരിക്കും പറഞ്ഞാൽ മോണ്ടിസോറി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റ്, ഒരു മോണ്ടിസോറി ക്ലാസ് റൂം എന്ന് പറയുന്നത് ഒരു മിനി നേച്ചർ ആണ്. നമ്മുടെ മിനി വേൾഡ് ആണ്. വേൾഡിന്റെ ഒരു മിനി നേച്ചർ ആണ് നമ്മൾ എവിടെ കൊടുക്കുന്നത്? മോണ്ടിസോറി ക്ലാസ് റൂമിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ മോണ്ടിസോറി ക്ലാസ് റൂമിൽ പഠിച്ച് ഇറങ്ങുന്ന കുട്ടികൾക്ക് എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ ആയിട്ട് ഡിഫറൻസ് ഫീൽ ചെയ്യില്ല. കാരണം അവർ എന്താണോ ക്ലാസ് റൂമിൽ പഠിച്ചത് അതിന്റെ തന്നെ ഒരു ബിഗർ വേർഷൻ ആണ് അവർ പുറത്ത് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ആ ഡിഫറൻസ് അവർക്ക് ഫീൽ ചെയ്യില്ല. പിന്നെ കുട്ടികള് ഒരുപാട് കാര്യങ്ങള് എന്താണ് നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിൽ നിന്ന് പഠിക്കുന്നുണ്ട്. ഹാർമണി, ലവ് ഓഫ് വർക്ക്, ലവ് ഓഫ് ഓർഡർ, ഡിസിപ്ലിൻ, അതേപോലെ തന്നെ മറ്റുള്ളവരുടെ വർക്കിനെ റെസ്പെക്ട് ചെയ്യാം, റെസ്പെക്ട് ഫോർ ദ റൈറ്റ്സ് ഓഫ് അതേഴ്സ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മോണ്ടിസോറി ക്ലാസ് റൂമിന്റെ ഭാഗമായിട്ട് തന്നെ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? അക്യൂർ ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കുട്ടികളിൽ ഒരുപാട് ക്യാരക്ടേഴ്സും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് സർട്ടൈൻ ദാറ്റ് ദ ചൈൽഡ് ആറ്റിറ്റ്യൂഡ് ഫോർ ദ വർക്ക് റെപ്രസെന്റ് എ വൈറ്റൽ ഇൻസ്റ്റന്റ്. അപ്പൊ ആ കുട്ടികളെ നമ്മൾ വർക്ക് ചെയ്യിക്കുക. ത്രൂ വർക്കിലൂടെ മാത്രമാണ് നോർമലൈസേഷൻ പോസിബിൾ ആകുന്നത്. അപ്പൊ നമ്മൾ അവരെ കൊണ്ട് റിപ്പീറ്റ് ആയിട്ട് വർക്ക് ചെയ്യിക്കാം. ഫോർ വിത്തൗട്ട് വർക്ക് ദിസ് പേഴ്സണാലിറ്റി കനോട്ട് ഓർഗനൈസ് ഇറ്റ് സെൽഫ്. വർക്കിലൂടെ മാത്രമാണ് കുട്ടികളുടെ പേഴ്സണാലിറ്റി പ്രോപ്പർ ആവാൻ പറ്റുക, അല്ലെങ്കിൽ നോർമലൈസ്ഡ് ആക്കാൻ പറ്റുക എന്നാണ് മോണ്ടിസോറി വിശ്വസിക്കുന്നത്. അങ്ങനെയാണ്. ഡീവിയേറ്റഡ് ഫ്രം നോർമൽ ലൈൻ ഓഫ് ഇറ്റ്സ് കൺസ്ട്രക്ഷൻ. അപ്പൊ മേ ബി ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ നമുക്ക് നോർമലൈസ്ഡ് ആക്കണമെങ്കിൽ ത്രൂ വർക്കിലൂടെ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? നോർമലൈസ്ഡ് ചൈൽഡ് ആക്കി മാറ്റാനായിട്ട് പറ്റുന്നത്. മാൻ ബിൽഡ് ഹിംസെൽഫ് ത്രൂ വർക്ക്. ഒരു വ്യക്തിനെ അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ, വർക്കിലൂടെ മാത്രമാണ് ഒരു മനുഷ്യനെ പെർഫെക്റ്റ് ആക്കുന്നത്. അപ്പോ പ്രാക്ടീസ് മേക്ക് ടു മാൻ ടു പെർഫെക്റ്റ്, അത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പ്രാക്ടീസ് മേക്ക് മാൻ ടു പെർഫെക്റ്റ്. ഒരു വ്യക്തിനെ പ്രാക്ടീസിലൂടെ മാത്രമാണ് നല്ലൊരു പെർഫെക്റ്റ് ഒരു വ്യക്തിയാക്കി മാറ്റുന്നത്. അപ്പൊ മാൻ ബിൽഡ് ഹിംസെൽഫ് ത്രൂ വർക്കിന്റെ മീനിങ്ങും അത് തന്നെയാണ്. അപ്പൊ ത്രൂ വർക്കിലൂടെ മാത്രമാണ് കുട്ടികളിൽ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സ്, നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യാൻ പോകുന്ന ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു മോണ്ടിസോറി രണ്ട് കാര്യങ്ങൾ ഒരു ഗ്രോയിങ് ചൈൽഡിനെ സംബന്ധിച്ച് രണ്ട് സ്ട്രീംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് അവന്റെ ഫിസിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ എനർജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രീം ഓഫ് ബോഡി, എസ്പെഷ്യലി ദ മസ്കുലർ എനർജി എക്സ്പെൻഡഡ് ഇൻ വോളണ്ടറി മൂവ്മെന്റ്സ്. അവനെ മൂവ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവന്റെ ഫിസിക്കൽ എനർജി, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ സെക്കൻഡ് മെന്റൽ എനർജി ഓഫ് ഇന്റലിജൻസ് ആൻഡ് വിൽ. നിങ്ങൾ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി, അത് ആ കോഴ്സ് എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? മെന്റൽ ഹെൽത്തിലോ അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ട്?
എ സൗണ്ട് മൈൻഡ് ഈസ് ഓൺലി ഇൻ എ സൗണ്ട് ബോഡി. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമാണ് ഒരു ആരോഗ്യമുള്ള മനസ്സുണ്ടാവുക. ഒരു കാരണവശാലും ഈ മനസ്സും ശരീരവും എന്ത് ചെയ്യാൻ പാടില്ല, ഡിവോഴ്സ് ചെയ്യാൻ പാടില്ല. മനസ്സുള്ളിടത്തായിരിക്കണം നമ്മുടെ ശരീരം നിൽക്കേണ്ടത്. അപ്പൊ ഞാൻ ഈ ഒരു കോഴ്സ് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്ന കാര്യമാണ്, ഞാൻ മുമ്പ് ഞാൻ വർക്ക് ചെയ്തിരുന്നത് ഒരു അക്കൗണ്ടന്റ് ആയിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. സോ ആ സമയത്ത് ഞാൻ എന്താ പറയാ, എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ പേയ്മെന്റ് കിട്ടുന്നുണ്ട്, ഓക്കെയാണ്, ഒക്കെ ഓക്കെയാണ്. പക്ഷെ എന്നാലും ഒരു സാറ്റിസ്ഫാക്ഷൻ അക്യൂർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എപ്പോഴും എന്റെ മനസ്സിനോട് പറയുമായിരുന്നു, ഇതല്ല നമ്മുടെ പാത്ത്, ഇതല്ല. അപ്പോൾ എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ മുമ്പ്, ഒത്തിരി വർഷം മുമ്പാണ് കേട്ടോ. അപ്പൊ ആ സമയത്ത് എന്താണ്, ഞാൻ വീടിനടുത്തുള്ള കുഞ്ഞു കുട്ടികൾക്ക് ക്ലാസ് എടുത്തു തുടങ്ങി. ചെറിയതായിട്ട് ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ആ ടൈമിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ തുടങ്ങി, ഒരു ഹാപ്പിനെസ് കിട്ടാൻ തുടങ്ങി. കാരണം അവർക്ക് മാർക്ക് ഏൺ ചെയ്യുമ്പോൾ, എനിക്ക് പണ്ട് ക്ലാസ്സിലൊക്കെ കിട്ടുമ്പോൾ മാർക്ക് ഫസ്റ്റ് കിട്ടുമ്പോഴത്തെ ഒരു സന്തോഷം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ, അതേപോലെ അവരുടെ പാരന്റ്സും നമ്മളോട് അഭിപ്രായപ്പെട്ടു, നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് തോന്നി എന്റെ ഫീൽഡ് ഇതല്ല, എന്റെ പാഷൻ ഇതല്ല. അപ്പൊ പണ്ടത്തെ എന്റെ പാഷൻ ഞാൻ പൊടിതട്ടി എടുത്തു. ഇന്നതാണ് എന്റെ പാഷൻ എന്ന് തിരിച്ചറിയുകയും ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വരികയും ചെയ്തത്. അപ്പോ നമ്മളുടെ പ്രൊഫഷൻ തന്നെ, നമ്മുടെ ജോബ് നമ്മുടെ പാഷനായിട്ട് ഇടണമെങ്കിൽ വലിയ നല്ലൊരു കാര്യമാണ്. കാരണം നമുക്ക് നമ്മുടെ 100% എഫേർട്ട് നമ്മുടെ പാഷനിലേക്ക് ഇടാൻ പറ്റും. നമ്മുടെ പാഷൻ തന്നെയാണ് നമ്മുടെ പ്രൊഫഷൻ എങ്കിൽ 100% നമുക്ക് നമ്മുടെ എഫേർട്ട് ഇടാൻ പറ്റും. കാരണം ടീച്ചിങ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ഓരോ ദിവസം വീണ്ടും കാര്യങ്ങൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നോളജ് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നിരുന്നാലും നമ്മൾ ചെയ്യുന്ന വർക്ക് അത്രയും എൻജോയ് ചെയ്ത് 100% എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ, ഫുൾ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്യൂർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്, ഇപ്പൊ സൗണ്ട് മൈൻഡിനെ സൗണ്ട് ബോഡിയുടെ കാര്യം ഞാൻ പറഞ്ഞത്. അക്കോർഡിംഗ് ടു മോണ്ടിസോറി, ആരെങ്കിലും ആ പാരഗ്രാഫ് വായിക്കാൻ പറ്റുമോ? ഓക്കെ, വായിച്ചോളാം. According to Montessori, in a growing child, there are two streams of body, especially the muscular energy expended the voluntary movement. Second is the mental energy of the intelligence and will. These two aspects of the personality, mind and body, should never become divorced. Instead, these two should work in a unison. Otherwise, the child will be deviated. ഓക്കെ കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത്, നമ്മുടെ മൈൻഡും ബോഡിയും ഒരു കാരണവശാലും ഡിവോഴ്സ് ചെയ്യാൻ പാടില്ല. നമ്മുടെ മനസ്സും ശരീരവും എപ്പോഴും ഒരു സ്ഥലത്ത് തന്നെ ആയിരിക്കണം. ഒത്തൊരുമയോട് കൂടി, ഐക്യത്തോട് കൂടി തന്നെയാണ് നിൽക്കേണ്ടത്. കാരണം നമ്മുടെ മനസ്സ് എവിടെയാണോ അവിടെ തന്നെ ആയിരിക്കും നമ്മുടെ ശരീരം. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യും. മേ ബി നമ്മൾ ഡീവിയേറ്റഡ് ആയിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഏതൊരു എന്താ പറയാ, ഏതൊരു പരസ്യം ഉണ്ടാ, ഞാൻ ഈ ഇടയ്ക്ക് കണ്ടതാണ് ഒരു പരസ്യം. ഒരു എന്തോ കുക്ക് ആവാനായിട്ട് ആഗ്രഹിച്ച ഒരാളാണ്. പക്ഷെ ആയത് എനിക്ക് തോന്നുന്നു ഡോക്ടർ എങ്ങാണ്ടാണ് ആയത്. അപ്പൊ അവർക്ക് ആ പാഷനും പ്രൊഫഷനും തമ്മിൽ എന്താണ് ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ട് അങ്ങനൊരു പരസ്യം ആദ്യമായിരുന്നു അത്. ഈ ഇടയ്ക്ക് ഞാൻ കണ്ടതാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഷൗബിൻ അല്ല, ഏതൊരു ഫിലിം ആക്ടറിന്റെ ആയിരുന്നു. ഞാൻ തെറ്റാണെങ്കിൽ അത് നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നമ്മള് ചില അതിൽ പറയുന്നത്, ആ പരസ്യത്തിൽ മനസ്സിലാക്കുന്നത്, അവരുടെ പാഷൻ വേറെ പ്രൊഫഷൻ വേറെയാണ്. പക്ഷെ എപ്പോഴും പ്രൊഫഷനും പാഷനും തമ്മിൽ ക്ലാഷ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ മൈൻഡും ബോഡിയും തമ്മിൽ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, ഡിവോഴ്സ് ആവാൻ പാടില്ല. അപ്പൊ നമ്മൾ എത്രയും പേര് നമ്മുടെ ക്ലാസ്സിലുണ്ട്, നിങ്ങൾ എല്ലാവരും ഈ ഒരു ക്ലാസ്സിലേക്ക് വന്നപ്പോൾ തന്നെ ഫുൾ എന്താണ് ഇഷ്ടത്തോടു കൂടി ഈ ടീച്ചിങ് ഇഷ്ടപ്പെട്ട് വന്നവരായിരിക്കും അല്ലെ. ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷൻ എപ്പോഴെങ്കിലും എത്തിപ്പിടിക്കാൻ പറ്റാതെ ആ ആഗ്രഹം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് വന്ന കുട്ടികളായിരിക്കും അല്ലെ. അതിൽ നിന്നാണ് അറിയുന്നത്. അപ്പോ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സും ശരീരവും ഒരിക്കലും വേർപിരിയാനായിട്ട് പാടില്ല. എപ്പോഴും ഒരു ഐക്യത്തോടു കൂടി മൈൻഡും ബോഡിയും ഒരുമിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് നോർമലായിട്ട് നിൽക്കാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് മൈൻഡിന് ഡിസ്റ്റർബൻസ് വരാറുണ്ട് ഇല്ലേ, നമുക്ക് മനസ്സിന് വിഷമങ്ങളും കാര്യങ്ങളും വരാറുണ്ട്. അപ്പോ ജിഷ് ടീച്ചർ സൈക്കോളജിക്കൽ ഫസ്റ്റ് ഇയറിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നോ? തന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ആ ടോപ്പിക്കിലേക്ക് പോകുന്നില്ല. അപ്പൊ
ബോഡി ശരീരത്തിനുള്ള ഫസ്റ്റ് എയ്ഡിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ മനസ്സിൽ ഇതേപോലത്തെ ഡിസ്റ്റർബൻസ് വരുമ്പോൾ നമ്മൾ എടുക്കുന്ന ഫസ്റ്റ് എയ്ഡ് ആണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. ഓക്കെ, ഇനി നോർമലൈസ്ഡ് കുട്ടികളുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നമ്മൾ ആദ്യം നമ്മുടെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ കുട്ടികളെല്ലാവരും നോർമലൈസ്ഡ് ചൈൽഡ് ആയിരിക്കില്ല. മേ ബി അവർക്ക് ഡീവിയേഷൻസ് ഉണ്ടാവും. ത്രൂ വർക്കിലൂടെ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതിലൂടെ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് അവർക്ക് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എന്തെല്ലാമാണ് കുട്ടികൾ ഡെവലപ്പ് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ലവ് ഓഫ് ഓർഡർ, നമ്മുടെ കുട്ടികളിൽ ഒരു ലവ് ഓഫ് ഓർഡർ, ഒരു ലവ് ഓഫ് എൻവയോൺമെന്റ്. നമ്മളെ മോണ്ടിസോറി ക്ലാസ് റൂം കണ്ടില്ലേ, അപ്പൊ അവിടെ എല്ലാ മെറ്റീരിയൽസും പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഓർഡർ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരു ലവ് ഓഫ് ഓർഡർ നമുക്ക് ഫീൽ ചെയ്യും. ദെൻ ലവ് ഓഫ് വർക്ക്, അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് റിപ്പീറ്റ് ആയിട്ട് ആ വർക്ക് ചെയ്യാനായിട്ട് അവർക്ക് ഭയങ്കര ഇൻറ്റൻഷൻ ആയിരിക്കും. വീണ്ടും വീണ്ടും ഒരു മെറ്റീരിയൽസ് യൂസ് ചെയ്ത് റിപ്പീറ്റ്ലി വർക്ക് ചെയ്യാനായിട്ട് പറ്റും. കുട്ടികളുടെ കാര്യം മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കും ഈ ലവ് ഓഫ് വർക്ക് ഉണ്ട്. എനിക്കുണ്ട്. ഞാൻ മോണ്ടിസോറി മെറ്റീരിയൽസിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മാത്തമാറ്റിക്കൽ ബോർഡാണ്. മാത്തമാറ്റിക്കൽ ഏരിയയിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് മാത്തമാറ്റിക്കൽ ബോർഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റിപ്പീറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ ചെറുപ്പത്തിലൊക്കെ എന്നെയൊക്കെ മാത്സ് പഠിപ്പിച്ചിരുന്ന സമയത്ത് നല്ല അടി കിട്ടിയിട്ടുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര അടിയൊക്കെ കിട്ടിയിട്ടാണ് പഠിച്ചത്. പക്ഷേ ഈ മാത്തമാറ്റിക്കൽ ബോർഡ് ഉണ്ടെങ്കിൽ നമുക്ക് സിംപിളി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളെ ട്രെയിൻ ചെയ്യാനായിട്ട് പറ്റും. സിമ്പിൾ ആയിട്ട് നന്നായിട്ട് നമുക്ക് ഈ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് കുട്ടികളിൽ എന്താണ് നല്ല രീതിയിൽ അവരെ ട്രെയിൻ ചെയ്യിക്കാനായിട്ട് ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് പറ്റും. ഓക്കെ, പ്രൊഫൗണ്ട് സ്പോണ്ടേനിയസ് കോൺസെൻട്രേഷൻ. നമുക്ക് കുട്ടികൾ വർക്ക് ചെയ്യുന്നതിലൂടെ ത്രൂ വർക്ക് കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അവിടെ മെന്റൽ കോൺസെൻട്രേഷൻ, നമ്മൾ ലാസ്റ്റ് മോണ്ടിസോറിയുടെ ഡിസ്കവറി ആയിരുന്നു എന്താ മെന്റൽ കോൺസെൻട്രേഷൻ എന്നുള്ളത്. അപ്പൊ കുട്ടികളിൽ മെന്റൽ കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് ത്രൂ വർക്കിലൂടെ പറ്റും. അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി, ശരിക്കും പറഞ്ഞാല് ഞാൻ പറഞ്ഞു മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സ്റ്റേണൽ വേൾഡിന്റെ ഒരു മിനിയേച്ചർ ആണ്. മിനിയേച്ചർ ഓഫ് എക്സ്റ്റേണൽ വേൾഡ് ആണ്. ഒരു മിനി എൻവയോൺമെന്റ് തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് ആ ഡിഫറൻസ് ഫീൽ ചെയ്യില്ല. എന്താണ് എക്സ്റ്റേണൽ വേൾഡും എന്താ പറയാ നമ്മുടെ ഈ വേൾഡും തമ്മിലൊരു ഡിഫറൻസ് അവർക്ക് ഫീൽ ചെയ്യാൻ തമ്മിൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവും. ദെൻ ലവ് ഓഫ് സൈലൻസ് ആണ്. കുട്ടികൾക്ക് ആ സൈലൻസ്, ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൈലൻസ്, ലവ് ഓഫ് സൈലൻസ് അവർക്ക് അക്യൂർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ സൈലൻസ് ഗെയിം ഒക്കെ കളിക്കുകയാണെങ്കിൽ അത് കുട്ടികളിൽ ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പിന്നെ ഒത്തിരി ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോർമലൈസേഷന്റെ ഭാഗമായിട്ട് കുട്ടികളിൽ അക്യൂർ ചെയ്യുന്നുണ്ട്. അടുത്ത നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് നോർമലൈസേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ, ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ ക്ലാസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നോർമലൈസേഷൻ ഒന്നും കൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. എന്താണ് നോർമലൈസേഷനും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്നും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് എന്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ആരും സൈൻ ഔട്ട് പറയുന്നേ? പറഞ്ഞൂടാ. ഇന്ന് നമ്മൾ മോണ്ടിസോറിയുടെ വർക്സിനെ കുറിച്ച് പഠിച്ചു. ആദ്യത്തെ ലെസണിൽ കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രെയിനിങ് ക്ലാസ് തുടങ്ങിയത്, പിന്നെ അതുപോലെ തന്നെ സ്ലം ഏരിയയിലെ കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് തുടങ്ങിയത്, പിന്നെ ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറയാനാണെങ്കിൽ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. മോണ്ടിസോറിയുടെ ഡെത്ത് വരെയുള്ള കാര്യങ്ങൾ ആ ഒരു പോർഷനിൽ നമ്മൾ പഠിച്ചു. പിന്നെ ഇന്ന് നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ തുടങ്ങി. എന്താണ് നോർമലൈസേഷൻ എന്നുള്ളത്, പിന്നെ അതിൽ ക്യാരക്ടറൈസ് എന്തൊക്കെയാണെന്നുള്ളത്, ലവ് ഓഫ് ഓർഡർ, ലവ് ഓഫ് വർക്ക്. അപ്പം ഡീപ്പായിട്ട് നമുക്ക് ഇനി പഠിക്കാം. ഇപ്പം ജസ്റ്റ് ഒന്ന് മനസ്സിലായി വന്നതേ ഉള്ളൂ. ഇനിയുള്ള ക്ലാസ്സിൽ മനസ്സിലാക്കാൻ പറ്റുമെന്ന് കരുതുന്നു. താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ, ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആകുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഏകദേശം ഇതിനെ കുറിച്ച് ഫുൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. എനിക്ക് ഉറപ്പാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. അത് ആദ്യം ഡീവിയേഷൻ എന്താന്ന് പറയണം, അത് കഴിഞ്ഞിട്ട് വേണം നോർമലൈസേഷനെ കുറിച്ച് പറയാം. നമ്മുടെ ടെസ്റ്റിൽ കുറച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമുക്ക് നോക്കാം. താങ്ക് യു ഓൾ.